നമുക്ക് ചടങ്ങുകളിലേക്ക് വരുമ്പോൾ പ്രജിൻ, കുടമാറ്റത്തിൻ്റെ സമയമാണ് ഏറ്റവും ദൈർഘ്യമേറിയ, ഒരുപക്ഷെ 1 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു സുന്ദര കാഴ്ച എന്ന നിലയിലാണ് ആ കുടമാറ്റത്തെ നമ്മൾ കാണാറുണ്ടായിരുന്നത്. കാരണം രണ്ട് ഭഗവതിമാരും മുഖാമുഖം നിൽക്കുകയും ആനപ്പുറത്ത് വിവിധ വർണ്ണങ്ങളുള്ള, വിവിധ സ്വഭാവത്തിലുള്ള, വിവിധ വിസ്മയങ്ങൾ ഒളിപ്പിച്ചിട്ടുള്ള കുടകൾ നിവർത്തുകയും അങ്ങനെ ഒരു അതീന്ദ്രിയമായ ഒരു അനുഭൂതി സമ്മാനിക്കുന്ന ഒന്നായി അത് മാറുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ചകളാണ് നമ്മൾ കഴിഞ്ഞ കാലം വരെ കണ്ടത്. പക്ഷേ ഇത്തവണ അത് 15 മിനിറ്റായി ചുരുക്കിയിരിക്കുന്നു. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആ വേദനയിൽ നിന്ന് അത്ര വലിയ ആഘോഷങ്ങളിലേക്ക്, അത്ര വലിയ ഹർഷാരവത്തിലേക്ക് ഒരുപക്ഷെ പോകുന്നത് അനുചിതമായിരിക്കും എന്നതിൻ്റെ കൂടെ അടിസ്ഥാനത്തിലാണ് ഇത് വെട്ടിച്ചുരുക്കാൻ തീരുമാനിച്ചത്. പക്ഷേ അപ്പോഴും തൃശ്ശൂർക്കാരെ സംബന്ധിച്ച് 15 മിനിറ്റെങ്കിൽ 15 മിനിറ്റ് ചടങ്ങിൻ്റെ ഭാഗമായി നടക്കുന്ന ഈ കുടമാറ്റത്തിലും അപ്രതീക്ഷിതമായ വിസ്മയങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അതുകൊണ്ട് കുടമാറ്റം എന്ന ഏറ്റവും അവിസ്മരണീയം, ഏറ്റവും സുന്ദരമായ, ഏറ്റവും കാഴ്ച സുഭഗമായ സന്ദർഭത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. 15 മിനിറ്റാണ്. 5:30 കുടമാറ്റം ആരംഭിക്കാൻ പോകുന്നത്. തെക്കോട്ടിറക്കം പൂർത്തിയാക്കിയ ശേഷം ഗജവീരന്മാർ പരസ്പരം മുഖാമുഖം നിൽക്കുന്നു, ഭഗവതിമാർ മുഖാമുഖം നിൽക്കുന്നു. ആ സമയത്താണ് ഈ ആനപ്പുറത്ത് കുടകൾ ഉയർത്താൻ പോകുന്നത്. വെഞ്ചാമരം വീശിയും ആലവട്ടം വീശിയും ഒക്കെ ഈ കുടകൾ ഏതാനും നേരം പിടിച്ചു നിൽക്കും. അതിനുശേഷമാണ് മറുഭാഗം അവരുടെ കുടകൾ ഉയർത്തുക. ഓരോ വർഷവും അവർ രഹസ്യമായി സൂക്ഷിക്കുന്ന ഒന്നാണ് കുടകളിൽ വരുത്തുന്ന മാറ്റങ്ങൾ. അതിൽ വർണ്ണങ്ങളിലും അതിലെ മിനുക്കുപണികളിലുമൊക്കെ അവർ നടത്തുന്ന പരീക്ഷണങ്ങൾ. അങ്ങനെ ഓരോ തവണയും വ്യത്യസ്തങ്ങളായ, ഒരുപക്ഷെ നമ്മൾ പ്രതീക്ഷിക്കാത്ത, നമുക്ക് പ്രവചിക്കാൻ കഴിയാത്ത തരത്തിലുള്ള കുടകളിലെ മാറ്റങ്ങൾ നമുക്ക് കാണാൻ കഴിയും. എനിക്ക് തോന്നുന്നു തൃശ്ശൂർക്കാരെ സംബന്ധിച്ച് അവർ 2 ചേരികളായി തിരിഞ്ഞുകൊണ്ട് പരസ്പരം പന്തായം വെക്കുക പോലും ചെയ്യാറുണ്ട്. ഈ കുട, ഇനി വരാൻ പോകുന്ന കുട, മെസ്സി കുട ഉയർത്തിയ സാഹചര്യമൊക്കെ ഓർമ്മയുണ്ട്. അങ്ങനെ പലതരത്തിൽ അവർ പന്തയം വെക്കാറ് പോലും ഉണ്ട്. ഇനി വരാൻ പോകുന്ന കുട ഇതായിരിക്കും, ഇതിൻ്റെ നിറം ഇതായിരിക്കും, അതിൽ വരുന്ന മിനുക്കുകൾ, മാറ്റങ്ങൾ ഇതായിരിക്കും, അതിൽ ഇത്ര തട്ടുകൾ ഉണ്ടാകും എന്നൊക്കെ പരസ്പരം പന്തയം വെക്കുന്നത് പോലും നമ്മൾ കാണാറുണ്ട്. ഏതായാലും കുടമാറ്റത്തിൻ്റെ ചടങ്ങുകൾ ആരംഭിച്ചിരിക്കുന്നു. കുടമാറ്റം കാണാൻ പോവുകയാണ് നമ്മൾ. ഏറ്റവും സുന്ദരമായ കുടകൾ നിവരാൻ പോകുന്നു. ഇപ്പോൾ നമ്മൾ കാണുന്ന കുടകൾ കാണാം. അതിലെ ദൃശ്യങ്ങൾ നമുക്ക് പ്രേക്ഷകർക്ക് കാണാം. ഏറ്റവും സുന്ദരമായ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. കാഴ്ച വിരുന്ന് ഒരുക്കിയിരിക്കുന്നു ഈ കുടമാറ്റത്തിലൂടെ പൂരപ്രേമികൾക്ക് മുന്നിലേക്ക്. പാറമേക്കാവ് വിഭാഗം ആദ്യം ഇറങ്ങി, പിന്നീട് തിരുവമ്പാടി ഇതിന് പിന്നാലെ വരുന്നു. അവർ മുഖാമുഖം നിൽക്കുന്നു. ഇപ്പോൾ കുടകൾ ഓരോന്നായി ഉയർന്നു തുടങ്ങിയിട്ടുണ്ട്. വളരെ കുറച്ച് സമയം മാത്രമാണ് ഇത്തവണ കുടമാറ്റം ഉണ്ടാവുക എന്നുള്ളതുകൊണ്ട് തന്നെ ഓരോ കുടകൾ ഉയരുമ്പോഴും ആരവങ്ങൾ മുഴക്കുന്നു, ഓരോ വിഭാഗത്തെയും പിന്തുണക്കുന്നവർ എന്നുള്ളതാണ്. ഇനി അങ്ങനെ ഓരോ വിഭാഗത്തെയും പിന്തുണക്കുന്നവർ മാത്രമല്ല, കുടമാറ്റത്തിൻ്റെ ഭാഗമായി അത് കാണാനെത്തിയിരിക്കുന്ന ഓരോരുത്തരും അവിടെ പൂരത്തിൻ്റെ ആവേശം അവർ അറിയിക്കുന്നുണ്ട്. അവർ ഇങ്ങനെ ആരവം മുഴക്കിക്കൊണ്ട് ആവേശം അറിയിക്കുന്നുണ്ട്. നേരത്തെ ഗോപി പറഞ്ഞതുപോലെ ഈ വെഞ്ചാമരം വീശുന്നു. ഒരു കുട, ഒരു സൈസിലുള്ള കുട അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള കുട പൊക്കിക്കഴിഞ്ഞാൽ പിന്നീട് വെഞ്ചാമരം വീശി അത് താഴ്ത്തുന്നതോടുകൂടി മറുഭാഗത്തുനിന്ന് അടുത്ത കുട വരും. അങ്ങനെ ഇതാണ് ഈ കുടമാറ്റത്തിൻ്റെ ഏറ്റവും രസകരമായ ഒരു കാര്യം. ഇനി അടുത്ത കുട എന്താണ്? ഇതാ നീലക്കുടയ്ക്ക് പിന്നാലെ ഇതാ വെള്ളക്കുട ഉയർത്തിയിരിക്കുന്നു. അവിടെ അതിന് പിന്നാലെ ഓരോരുത്തരും ആരവം മുഴക്കുന്നുമുണ്ട്. അങ്ങനെ സർപ്രൈസുകൾ എന്താണ്, അടുത്തത് എന്താണ് എന്നറിയാനുള്ള ആകാംക്ഷയിലേക്കാണ് ഇനി ഓരോരുത്തരും വരുന്നത്. ഇത് നമുക്ക് കാണാം. മറ്റൊരു തരത്തിലുള്ള കുടയാണ്. ഇതൊക്കെ 1 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ചടങ്ങായിരുന്നു കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം തന്നെ ഉണ്ടായത്. പക്ഷേ ഇത്തവണ അത്രമേലില്ല. 15 മിനിറ്റ് മാത്രമായിരിക്കും ഉണ്ടാവുക എന്ന് നേരത്തെ അറിയിച്ചിട്ടുണ്ട്. അതിൻ്റെ പൊലിമ കുറച്ചാണ്, ആഘോഷങ്ങളൊക്കെ കുറച്ചാണ് ഈ സമയം വെട്ടിച്ചുരുക്കിയത്. ആ ദുരന്ത പശ്ചാത്തലത്തിലാണ് അത്തരത്തിലുള്ള തീരുമാനത്തിലേക്ക് ദേവസ്വങ്ങൾ എത്തിയത് എന്നും നമുക്കറിയാം. ഇതാ ഇനി മറുഭാഗം എന്തുയർത്തും എന്നതറിയാനുള്ള നിമിഷമാണ്. ഓരോ അടിവെച്ചത് നീങ്ങുന്നുണ്ട് എന്ന് നമുക്ക് കാണാം. ഇനി തിരികെ അത് താഴേക്ക് ഇറങ്ങി തിരിഞ്ഞു നിൽക്കുമ്പോൾ തിരുവമ്പാടി വിഭാഗം വരുന്നു. അവരെ നോക്കിക്കൊണ്ടുള്ള കുടമാറ്റ ചടങ്ങുകൾ നടക്കും. അങ്ങനെ ഓരോ സെക്കൻഡുകളും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു പൂരപ്രേമികൾ അടുത്തതെന്ത് എന്നറിയാൻ കുടമാറ്റത്തിൽ. പ്രജൻ സൂചിപ്പിച്ചതുപോലെ തന്നെ തിരുവമ്പാടി, പാറമേക്കാവ് വിഭാഗങ്ങൾ പരസ്പരം മത്സരിച്ചുകൊണ്ട് വർണ്ണക്കുടകൾ ഉയർത്തുന്ന കാഴ്ചയാണ് ഏറ്റവും സുന്ദരമായ കുടമാറ്റ കാഴ്ചയായി, ചടങ്ങായി നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. ഇപ്പോൾ വെളുത്ത തെക്കോട്ടിറക്കത്തിന് ശേഷം ഇപ്പോൾ അത് നടക്കുകയാണ്. ഇപ്പോൾ വെളുത്ത കുടകളാണ് ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നത്. ഇതുതന്നെയാണ് നമ്മൾ ഈ തെക്കോട്ടിറക്കം കണ്ട്, തെക്കോട്ടിറക്കത്തിൻ്റെ ഏറ്റവും അവസാനമാണ് ഈ 2 വിഭാഗങ്ങളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കുന്നത്. അതാണ് ഈ കുടമാറ്റത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയം. ആ സമയത്താണ് ഇരു വിഭാഗങ്ങളും ഓരോരുത്തരുടെയും പക്കലുള്ള
കുടകൾ ഉയർത്തി കാണിക്കുന്നതും അതിൽ ഒരു ആരോഗ്യകരമായൊരു മത്സരം അവർക്കിടയിലുണ്ട് എന്ന് പറയുന്നതും ഏത് വിഭാഗത്തിൻ്റെ കുടയാണ് ഏറ്റവും മികച്ചത് എന്നൊക്കെ തീരുമാനിക്കപ്പെടുന്നത് അതായത് തീരുമാനിക്കപ്പെടുന്നത് പൂരപ്രേമികളാണ് പറയേണ്ടത്. പൂരപ്രേമികൾ പറയും ഇത്തവണ ഈ വിഭാഗത്തിൻ്റെതായിരുന്നു നല്ലത്, അല്ലെങ്കിൽ ഇവർ നന്നായിട്ടുണ്ട് എന്നൊക്കെ പറയുന്നത് ആ സമയത്താണ്. ഇപ്പോൾ നമുക്ക് കാണാം അവിടെ ഓരോ കുടകൾ ഉയരുമ്പോൾ പച്ചയിൽ പുള്ളികളുള്ള കുടകളാണ് ഇപ്പോൾ ഉയർത്തുന്നത് അല്ലേ? അതെ. അപ്പൊ അങ്ങനെ ഓരോന്നിനും ഓരോ പ്രത്യേകതകളുണ്ട് എന്നുള്ളതാണ്. അതിൽ തൂങ്ങുന്ന മുത്തുമണികൾക്ക് പോലും ഈ പറയുന്ന കുറേ നാളത്തെ കുറേ പേരുടെ അധ്വാനമുണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ വർഷം ഉണ്ടായ കുടകൾ ഇത്തവണ കാണിക്കരുത് എന്നൊരു വാശി ഓരോരുത്തർക്കുമുണ്ട്. ഇതിൽ ചില അലങ്കാരപ്പണികളുണ്ട്, ചിത്രപ്പണികളൊക്കെയുള്ള കുടകൾ. പച്ചയിൽ മുത്തുകൾ മാത്രമല്ല, അതിനകത്ത് ചില പുഷ്പങ്ങളെയൊക്കെ വരച്ചു ചേർത്തിട്ടുണ്ട്, തുന്നി ചേർത്തിട്ടുണ്ട്. അത്തരത്തിലുള്ള കുടകൾ ഉയർത്തുന്നു, വെഞ്ചാമരം വീശുന്നു, വെഞ്ചാമരം താഴ്ത്തുന്നതോടുകൂടി അടുത്ത കുട ഉയരുന്നു. ഇതാണ് ഈ കുടമാറ്റ ചടങ്ങ്. അത് കാണാൻ വേണ്ടിയാണ് ഈ പറയുന്ന ലക്ഷക്കണക്കിന് ആളുകൾ അത് നേരിട്ടുമല്ലാതെയും ഇതിൻ്റെ ഭാഗമായി മാറിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.